നമസ്കാരം. 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 പെരേരയ്ക്കൊരു കോള് വന്നു പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം. എന്തോ ഒരു ഷോർട്ട് ഫിലിമില് അഭിനയിക്കാൻ ചാൻസ് ഉണ്ട്, അത് വൈറലായല്ലോ. മീഡിയെന്ന് വിളിച്ച് കളിയാക്കിയാണോ? അപ്പൊ 85,000 രൂപ ഒക്കെയാണ് പ്രതിഫലം എന്നൊക്കെ അറിഞ്ഞു, സത്യമാണോ? അത് എന്തായാലും നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കുകളിലൊക്കെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ചെയ്യുമ്പോൾ ചെറിയൊരു വേജസിൽ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് വർക്ക് ചെയ്യുന്നല്ല, ഒരു നല്ലൊരു പേയ്മെൻറ്റ്, ഒരു 3,000-4,000 രൂപ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. കിട്ടുന്നില്ലെന്നല്ല, അത് കിട്ടിയിട്ടാണല്ലോ ജീവിക്കുന്നത്. പിന്നെ ബർത്ത്ഡേ വിഷയം, അങ്ങനെ കല്യാണ വിഷയം, അങ്ങനെ കുറേ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഫണ്ട് കണ്ടെത്തുന്നത്. അപ്പോൾ അത് എനിക്ക് വേണ്ടിയുള്ള ഫണ്ട്, വീട്ടുകാർക്ക് വേണ്ടിയുള്ള ഫണ്ട് വീട്ടുകാർക്ക് കണ്ടെത്തുന്നുണ്ടല്ലോ. വീട്ടുകാർക്ക് കുറേ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ നമ്മുടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 85,000 രൂപ ഫീസ് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് നിലവിലൊരു നിശ്ചിത എമൗണ്ട് പറയണമല്ലോ. കാരണം ലാലേട്ടനും മമ്മൂക്കയ്ക്കും ദിലീപേട്ടനും വരെ സാലറി ഉണ്ട്, നെസ്ലിനും വരെ സാലറി ഉണ്ട്. അപ്പോൾ ആരെയും വില കൂടി കാണുന്നതല്ല, പക്ഷെ എൻ്റെത് ഏറ്റവും വില കുറഞ്ഞ സാലറി അല്ലേ. കാരണം 85,000 എന്ന് പറയുന്നത് ഒരു സർക്കാർ ജീവനക്കാരൻ്റെ ഒരു മാസത്തെ സാലറി അല്ലേ. അത് ഞാൻ ഒരു ഷോർട്ട് ഫിലിമിൽ ആവശ്യപ്പെടുന്നത് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എന്നെപ്പോലെ ഒരു കലാകാരനാകാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് അത്യാവശ്യം ഫെയിം കലാകാരനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മിമിക്രി താരമാണ് ഞാൻ. ചെറുതായിട്ട് പാട്ടൊക്കെ പാടും, ഡാൻസ് ചെയ്യും, ചെറുതായിട്ട് കോമഡി ചെയ്യും. മാസ്റ്റർ പീസ് പാടുന്നുണ്ടല്ലോ, ഏത് വേദിയിലും പാടുന്ന രണ്ടുപേര്. അതല്ലടോ, താനൊരു പാട്ട് പാടില്ലേ ഏത് വേദിയിൽ ചെന്ന? ഏതാ? മറ്റേ ജയസൂര്യ ചേട്ടന്റെ പാട്ട്. ആകാശത്തുനിന്നൊരാനെ കിട്ടി, ആകാശവും കൂടെ പോന്നേ. മാസ്റ്റർ പീസ് അല്ലേ. പിന്നെ ഊരും പേരും പറയാതെ ഉയിരിൽ നിറ നീയാരോ, അതിലും എല്ലാതെ കനവിൽ വളയും നീയാരോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾക്കൊരു സിനിമയിൽ പാട്ട് പാടണമെന്നൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ സിനിമയിൽ അത് പാടിക്കാത്തതുകൊണ്ട് എനിക്ക് വിഷമമില്ല. ഭാവിയിൽ അത് പാടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും സോഷ്യൽ മീഡിയ വഴി നമ്മൾ പാട്ട് പാടുന്നുണ്ട്. കുറേ പേര് സോഷ്യൽ മീഡിയയിലെ പാട്ടുകാരെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമല്ലേ. കാരണം സോഷ്യൽ മീഡിയ 85,000 രൂപ കളിയാക്കി വിളിച്ചപ്പോൾ സങ്കടം തോന്നി, കളിയാക്കിയാന്ന് അറിഞ്ഞപ്പോൾ. തന്നെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ, തന്നെ വിളിച്ചിട്ട് ആ പുള്ളി ലേഡിയുടെ സൗണ്ടിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് എന്താ പറഞ്ഞ, ഡാൻസ് കളിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ വൈറലായല്ലോ അല്ലേ. അതുപോലത്തെ ഒരു പ്രാങ്ക് കോളായിരുന്നു അതും. ഇത് പ്രാങ്ക് ആണ്, പക്ഷേ എങ്കിലും അത് ഞാൻ മനസ്സിൽ കൊണ്ട് പറഞ്ഞതാണ്. കാരണം പലരും പറയുമ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ പറയാറില്ല, പക്ഷെ അത് മീഡിയ എന്ന് എനിക്ക് അറിയാമെങ്കിലും ഞാൻ പറഞ്ഞതാണ്. 85,000 തീർച്ചയായിട്ടും കിട്ടും. കാരണം അവസരങ്ങൾ വരും. കണ്ട് ഞാൻ 1 കോടിന്ന് ഫ്ലവേഴ്സിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാനിതുപോലെ അനുഭവം ഉണ്ടായി. കളിയാക്കാൻ വേണ്ടി വിളിച്ചായിരിക്കും ഓർത്ത്. പക്ഷെ പിന്നീടാണ് ഫ്ലവേഴ്സിൽ നിന്ന് വിളിച്ചാണെന്ന് നമ്പർ ചെക്ക്. കാരണം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണല്ലോ നെറ്റോട്ടം ഓടുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ അതിലേക്ക് വരാം. അപ്പോൾ നമ്മളും ഈ സോഷ്യൽ മീഡിയയിലേക്ക് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് പണത്തിന് വേണ്ടി കൂടി അല്ലെങ്കിലും പണം കണ്ടെത്താൻ വേണ്ടി കൂടിയുള്ള മാർഗ്ഗമാണിത്. അപ്പോൾ അതിപ്പോൾ നമുക്ക് പണം ലഭിക്കാണ്ട് കഴിഞ്ഞാൽ അതൊരു വിഷമമല്ലേ. നമ്മൾ ഓരോരോ എന്താ പറയുക, ഒരു മാർബിൾ പണിക്കാരൻ, അല്ലെങ്കിൽ ഒരു സിമെൻറ്റ്, ഒരു കൽപ്പണിക്കാരൻ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ, അവർക്കൊക്കെ കൂലി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കും നമ്മുടെ ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും സിനിമയിലാണെങ്കിലും നല്ലൊരു ഉയർന്നൊരു വേജസ് ലഭിക്കണം. കാരണം 5,000-10,000 ഒക്കെ കിട്ടുന്നുണ്ട്, എങ്കിലും അതിനേക്കാളും ഉയരണമെന്ന് ആഗ്രഹമുണ്ട്. കിട്ടണം. കളിയാക്കൽ കേൾക്കുമ്പോൾ പെരേരയ്ക്ക് എന്ത് തോന്നുന്നു? അതായത് ആളുകൾ കളിയാക്കുമ്പോൾ എന്ത് തോന്നുന്നു? കളിയാക്കുമ്പോൾ നമ്മൾ ഒരു ചെടി കൂടി കളയും. അപ്പോൾ ഇനിയും പ്രാങ്ക് കോൾ വന്നാലും നമ്മൾ മുന്നോട്ട് പോകും. 85,000 കിട്ടുവാണെങ്കിൽ, കാരണം 85,000 കിട്ടുവാണെങ്കിൽ സന്തോഷമായിരിക്കുമോ? ജീവിക്കാൻ പറ്റും, ഒരു കല്യാണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. 85,000 ആവട്ടെ അല്ലേ? ഓക്കെ, 85,000 അല്ല, ചിലപ്പോൾ 2 ലക്ഷം വരെ ഞാൻ സിനിമയിൽ മേടിക്കാൻ സാധിക്കും. കളിയാക്കി വിളിക്കുമ്പോൾ സങ്കടം ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഇല്ല, എല്ലാം ഒരു ചെവി 1 കോടിയിലേക്ക് വന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പറയുകയും ചെയ്തു 1 കോടിയിൽ വന്നായിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ പറയുകയും ചെയ്തു. പിറ്റേ ദിവസം കോള് വന്നു, ഇങ്ങനെ 1 കോടിയിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആരെ കളിയാക്കണേന്ന് ഓർത്ത്. പിന്നീട് നോക്കിയപ്പോൾ ഫ്ലവേഴ്സിൽ നിന്നാന്ന് അറിഞ്ഞ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കുറേയൊക്കെ നമുക്ക് നടക്കും അല്ലേ പെരേര. അപ്പം എന്താ പറഞ്ഞാൽ, ചിലപ്പോൾ ഒരുപക്ഷെ സിനിമയിലോ എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞേക്കാൾ 1 ലക്ഷം രൂപ സാലറി ആയിട്ട് വിളിച്ചാലോ?
പറയാൻ പറ്റും. അപ്പൊ ഈ കളിയാക്കുന്നവരോടൊന്നേ നമ്മൾ പറയാനുള്ളൂ. ആദ്യമൊക്കെ വലിയ എമൗണ്ട് 8 ലക്ഷം രൂപയൊക്കെ സാലറി പറഞ്ഞത്, പിന്നെ അതൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ കളിയാക്കുന്നവരോട് കാര്യം 80,000 പറഞ്ഞു. ചിലപ്പോ ആ ലെവലിൽ എത്തും. കാരണം നമ്മളിപ്പോഴേ നമ്മൾക്ക് ആരോഗ്യമുള്ള കാലത്ത് മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ. നമുക്ക് ഫെയിമുള്ള കാലത്ത് അഖിൽമാരൊക്കെ പറഞ്ഞിരുന്നു, നമുക്ക് ആരോഗ്യമുള്ള കാലത്ത് നമുക്ക് ഈ മേഖലയിൽ ഫീൽഡിൽ നിൽക്കുമ്പോൾ മാത്രമേ പൈസ കിട്ടുള്ളൂ, ചോദിക്കാൻ. അതുകൊണ്ട് നമ്മൾ പേയ്മെന്റ് പറയുന്നത്. അല്ലെങ്കിൽ ചെയ്യുന്നില്ല ഷോർട്ട് ഫിലിംസ്, നമുക്ക് വേറെ എന്തെങ്കിലും